എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ റീസണിംഗ് സെക്ഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക്കായ പസിൽസിലെ ഫ്ലോർ ഓർ ലിഫ്റ്റ് ബേസ്ഡ് പസിലുമായിട്ടാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പസിൽസ് ഉണ്ട്. എല്ലാ ടൈപ്പും നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ 1 or 2 മിനിറ്റ്സിൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്ലോർ ഓർ ലിഫ്റ്റ് ബേസ്ഡ് പസിലിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് നമ്മളോട് ചോദിക്കാം, പോസിബിലിറ്റി യൂസ് ചെയ്യണോ, പോസിബിലിറ്റി യൂസ് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ അച്ചീവേഴ്സ് ബാച്ചിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ ക്ലാസ് മെയ് 29 സ്റ്റാർട്ട് ആകുകയാണ്. നമ്മുടെ പ്രിലിംസിന് ഏതൊക്കെ സബ്ജക്ട്സാ ഉള്ളത്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, റീസണിംഗ്. മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ് ഉണ്ട്, അതുകൂടാതെ കമ്പ്യൂട്ടറും ഉണ്ട്. ഈ എല്ലാ സബ്ജക്ട്സും നമ്മൾ ഈ ഒരു ബാച്ചിൽ കവർ ചെയ്യുന്നതായിരിക്കും. വരാൻ പോകുന്ന എല്ലാ എക്സാംസും, അത് RRB ആയിക്കോട്ടെ, IBPS ആയിക്കോട്ടെ, SBI ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും നമുക്ക് ഈ ഒരു ബാച്ചിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അത് പ്രിലിംസിനും മെയിൻസിനും മാത്രമല്ല, ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാത്തിനും വേണ്ട ഒരു സപ്പോർട്ട് നൽകുന്നതായിരിക്കും. നമ്മൾ ടോട്ടൽ നമുക്ക് 700+ അവേഴ്സ് ഓഫ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന്റെ എല്ലാ റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തുക ജസ്റ്റ് 5999 ആണ്. അത് തന്നെയാണ് ഈ ഒരു ബാച്ചിന്റെ ഹൈലൈറ്റ്. സോ വേഗത്തിൽ തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ 2024 എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എങ്കിലും നമുക്ക് ഈ ഒരു ടൈപ്പ് നോക്കാം. ഫ്ലോർ ഓർ ലിഫ്റ്റ് ബേസ്ഡ് പസിൽ എന്താ? നമ്മളോട് ക്വസ്റ്റ്യൻസ് പറയാ, ഇന്ന ഫ്ലോറിൽ ഇന്ന ആൾക്കാർ താമസിക്കുന്നു, അതിനെ അവരുടെ പൊസിഷൻസ് ഒക്കെ ഏതൊക്കെയാണ്, ഏത് ഫ്ലോറിൽ ആരാണെന്ന് അവർ ഡയറക്ട്ലി തരില്ല. അവർ കുറേ അധികം കണ്ടീഷൻസ് തരും. അത് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ ഫ്ലോറിൽ ആരാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ട്രക്ചർ വരയ്ക്കേണ്ടി വരും. കാരണം അവർ കണ്ടീഷൻസ് തരിക, നമ്മൾ സ്ട്രക്ചർ വരച്ച് ചെയ്യേണ്ട മെത്തേഡിലായിരിക്കും അവർ കണ്ടീഷൻസ് തരിക. ഓക്കെ, ഏറ്റവും താഴത്തെ ഫ്ലോറിനെ നമ്മൾ വിളിക്കുക ഫസ്റ്റ് ഫ്ലോർ എന്നാണ്. ബോട്ടം ടു ടോപ്പ് ആയിരിക്കും നമ്മളുടെ ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ അറേഞ്ച്മെന്റ്. നമ്മൾ സാധാരണ ഏറ്റവും താഴത്തെ ഫ്ലോറിന് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെന്നല്ലേ പറയുക. പക്ഷേ ഇവിടെ എന്തായിരിക്കും, ഏറ്റവും താഴത്തെ ഫ്ലോറിന് നമ്മൾ എന്തെന്നാ വിളിക്കുക? ഫസ്റ്റ് ഫ്ലോർ എന്നാ വിളിക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ അതിൽ പറയും. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഫ്ലോർ ബേസ്ഡ് പസിൽസ് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. ഓക്കെ, മെജോറിറ്റി ആസ്പിരൻസിനും പസിൽസ് ബുദ്ധിമുട്ടാകാനുള്ള കാരണം ഇതിങ്ങനെ കണ്ടീഷൻസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, സെന്റൻസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയം കളയരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഓരോ സെന്റൻസും എന്ത് ചെയ്യുക, നന്നായിട്ട് ഒറ്റ തവണ വായിക്കാം. എന്നിട്ട് ആ കണ്ടീഷൻസ് സിമ്പിൾസ് യൂസ് ചെയ്ത് നോട്ട് ചെയ്യുക. മെജോറിറ്റി ആസ്പിരൻസും എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ സെന്റൻസ് ആക്കി എഴുതാനുള്ള സമയം നമുക്ക് അവിടെ കിട്ടുമോ? ആകെ 35 ക്വസ്റ്റ്യനും 20 മിനിറ്റുമാണ് നമുക്ക് റീസണിംഗ് സെക്ഷന് കിട്ടുക. ഓക്കെ, എങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 7 persons are live in a building having 7 floors such that lowermost floor is numbered as 1 and the topmost floor is numbered as 7. ഇതൊക്കെ സ്പീഡിൽ വായിച്ചു വിടണം. കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വായിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. ഇവിടെ ഇപ്പൊ ടോട്ടൽ 7 persons ഉണ്ട്, 7 ഫ്ലോർ ഉണ്ട്. ലോവർ മോസ്റ്റ് ഫ്ലോർ 1ഉം ടോപ്പ് മോസ്റ്റ് ഫ്ലോർ എന്താ 7ഉം. ഓക്കെ, ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വേഗത്തിൽ ആദ്യം എന്ത് ചെയ്തേക്കാം, സ്ട്രക്ചർ വരച്ചിട്ടേക്കാ. ഇനി സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, വലുതാക്കി അങ്ങ് വരച്ചിട്ടേക്കാം. വേറൊന്നും കൊണ്ടല്ല, അതിൽ തന്നെ ചിലപ്പോൾ നമുക്ക് പോസിബിലിറ്റീസ് വേറെ എടുക്കേണ്ടി വന്നാൽ വീണ്ടും വരച്ച് കളയാൻ നമുക്ക് എന്തില്ല, സമയമില്ല. ഓക്കെ, സോ ലോവർ മോസ്റ്റ് ഈസ് 1 ആൻഡ് ദി ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ഈസ് നമ്പർഡ് ആസ് 7. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്ട്രക്ചർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കണ്ടീഷൻസ് നോക്കാം. Number of floors above K's floor is exactly equal to the number of floors below J's floor. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കെയ്ക്ക് മുകളിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടോ അത്രയും ആൾക്കാർ ജെയ്ക്ക് താഴെയുണ്ട് എന്ന് പറഞ്ഞാൽ കെയും ജെയും പെയേഴ്സാണ്. അപ്പൊ എന്താണ് ഈ പെയറിംഗ് എന്ന് നിങ്ങൾ ആലോചിക്കും. ഞാൻ കണ്ടീഷൻസ് എഴുതിയ രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഒന്നും എഴുതുവല്ല, ഒള്ളി സിമ്പിൾസ് യൂസ് ചെയ്താണ് എല്ലാ കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ സിമ്പിൾസ് എങ്ങനെയാണ് നോട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലായാൽ മതി. കാരണം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയിട്ട് ഇതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇവർ പെയർ ആണെന്ന് പറഞ്ഞതിന്റെ റീസൺ, സപ്പോസ് കെ ഇവിടെയാന്ന് വെച്ചോ,
ഇവിടെ കെയ്ക്ക് മുകളിൽ ആരും ഇല്ല. കെ 7th ഫ്ലോറിലാണെന്ന് വെച്ചോ, ഓട്ടോമാറ്റിക്കലി ജെ എവിടെ വരണം? ഫസ്റ്റ് ഫ്ലോറിൽ വരണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? കെയും ജെയും പെയേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ കെയ്ക്ക് മുകളിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടോ അത്രയും ആൾക്കാർ ജെയ്ക്ക് താഴെ വരണം. ക്ലിയർ അല്ലേ? ഇനി ഒരു പക്ഷേ കെ ഇവിടെ ആയിരുന്നെങ്കിലോ ജെ എവിടെ വന്നേനെ? ഇവിടെ വന്നേനെ. കാരണം കെയ്ക്ക് മുകളിൽ ഒരാള്, കെയ്ക്ക് മുകളിൽ ഒരു പേഴ്സൺ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ജെയ്ക്ക് താഴെയും എന്തായിരിക്കണം? ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് പറയാം? കെയും ജെയും ദേ പെയേഴ്സ് ആണ്. എങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാം, ദേണ്ടേ 7th ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും പെയേഴ്സാ, 6th ഫ്ലോറും 2nd ഫ്ലോറും പെയറാ, അതേപോലെ 5ഉം 3ഉം പെയറാണ്. ഇനി ചിലർ ചിന്തിക്കും, ഇങ്ങനെ നമ്മൾ ഈ കണ്ടീഷൻസ് വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കെയ്ക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ കെ അങ്ങ് മുകളിലേ വരത്തുള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു പക്ഷേ ഇപ്പൊ സപ്പോസ് കെ ഇവിടെയാന്ന് വെച്ചോ, കെ 3rd ഫ്ലോറിലാ വന്നേന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ കെയ്ക്ക് താഴെ എത്ര ഫ്ലോർ ഉണ്ട്? 2. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ജെയ്ക്ക് മുകളിലും എത്ര ഫ്ലോറേ വരാൻ പാടുള്ളൂ? 2 ഫ്ലോറ്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞോ, കെയ്ക്ക് മുകളിൽ 1, 2, 3, 4 അത്രയും പേഴ്സൺസ് ഉണ്ടെങ്കിൽ കെയ്ക്ക് താഴെയും എത്രേ വരാൻ പാടുള്ളൂ? 1. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, എത്രയാണ്? കെയ്ക്ക് മുകളിൽ 1, 2, 3, 4. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് 1, 2, 3, 4 പേഴ്സൺസേ ജെയ്ക്ക് താഴെയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അതെന്തായിരിക്കും എന്ന് നമുക്ക് പറയാം? അവര് പെയേഴ്സ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ഓരോ കണ്ടീഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പല പസിൽസിലും ഇതൊക്കെ തന്നെയാണ്. എല്ലാ പസിൽസിലും മാറ്റിയും മറിച്ചും വരുന്നത്. നമ്മൾ ചെയ്ത് ആ കണ്ടീഷൻസ് നമുക്ക് ഓക്കെ ആണെങ്കിൽ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത കണ്ടീഷൻസിലേക്ക് പോകാം. ഇതിപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞതാ, ബാക്കി കണക്ട് ചെയ്യാം. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ജെ ലിവ്സ് 3 floors above n who lives at a prime numbered floor. ഒന്ന് ശ്രദ്ധിച്ചേ, എന്താ കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത്? ജെ ലിവ്സ് 3 floors above n. അതായത് ഞാൻ കണ്ടീഷൻസ് മെർജ് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ ഇവിടെ നമ്മളോട് ജെ ആ പറഞ്ഞേ അല്ലെ, കെയ്ക്ക് മുകളിൽ എത്ര ഫ്ലോർ ഉണ്ടോ അത്രയും ആൾക്കാർ ജെയ്ക്ക് താഴെയുണ്ട്. അത് പറഞ്ഞ കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിച്ചോണേ. ജെ ലിവ്സ് 3 floors above n. ആദ്യം അത് മാത്രം ഒന്ന് എടുക്കാം. എന്നിന് മുകളിലുള്ള മൂന്നാമത്തെ ഫ്ലോർ ആണ് ആര്? ജെ. എന്ന് പറഞ്ഞാൽ ജെ 2 ഗ്യാപ്പിലായിരിക്കും ആര് വരിക? എൻ വരിക. അല്ലാതെ ജെയ്ക്കും എന്നിനും ഇടയിൽ 3 പേഴ്സൺസ് ആണ് എന്ന് നിങ്ങൾ കരുതരുത്. അത് മണ്ടത്തരോ. അതായത് എപ്പോഴും ആസ്പിരൻസിന് തെറ്റ് വരുന്ന ഒരു കണ്ടീഷനാണ് ഞാൻ, അതാണ് ഒന്നുകൂടെ എടുത്തു പറയുന്നത്. അതായത് ജെ ലിവ്സ് 3 floors above n എന്ന് പറഞ്ഞാൽ എന്നിന് മുകളിലുള്ള മൂന്നാമത്തെ ഫ്ലോർ ആണ് ആര്? ജെ. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. ഞാൻ പലയിടത്തുള്ള കണ്ടീഷൻസിനെ ഒരുമിച്ചാണ് മെർജ് ചെയ്ത് എഴുതുക. അപ്പൊ തന്നെ നമുക്ക് കൺഫ്യൂഷൻ അത്രയും കുറയും. അല്ലെങ്കിൽ നമുക്ക് അവർ കണ്ടീഷൻസ് ഇപ്പൊ ഫസ്റ്റ് ഒരു പേഴ്സണെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതേ പേഴ്സണെ പറ്റി ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും വേറൊരു കണ്ടീഷൻ പറയുക. അപ്പൊ നമ്മൾ കണ്ടീഷൻസ് എഴുതുമ്പോൾ അത് മെർജ് ചെയ്ത് തന്നെ എഴുതണം. നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ ശീലിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് മെയിൻസ് വരുമ്പോൾ എന്ത് വരത്തില്ല? ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം മെയിൻസ് പസിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോസിബിലിറ്റീസ് എടുത്തോണ്ടിരിക്കാൻ പറ്റില്ല. മെജോറിറ്റി ആസ്പിരൻസും ചെയ്യുന്നത് പോസിബിലിറ്റി ആണ് കൂടുതലും യൂസ് ചെയ്യുക. പോസിബിലിറ്റി കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പോസിബിലിറ്റി തന്നെ പോകണം, ചിലത് പോസിബിലിറ്റി പോയിട്ടേ കാര്യമുള്ളൂ. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും പോസിബിലിറ്റിയെ മാത്രം എന്ത് ചെയ്യരുത്? ഡിപ്പെൻഡ് ചെയ്യരുത്. കണ്ടീഷൻസ് എഴുതുന്ന രീതി നല്ലതുപോലെ ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ജെ ലിവ്സ് 3 floors above n. എന്നിന് മുകളിലുള്ള 1, 2, മൂന്നാമത്തെ ഫ്ലോർ ആണ് ജെ. അല്ലാതെ ജെയ്ക്കും എന്നിനും ഇടയിൽ 3 പേഴ്സൺസ് ഉണ്ട് എന്നല്ല പറഞ്ഞേക്കുന്നേ. ബാക്കി കണ്ടീഷൻ പറഞ്ഞേക്കുന്നേ ഹു ലിവ്സ് അറ്റ് പ്രൈം നമ്പേർഡ് ഫ്ലോർ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? n എന്ന് പറയുന്ന ആള് പ്രൈം നമ്പർ ഫ്ലോറിലാണ്. ഇവിടെ ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സ് വരിക? 2 പ്രൈമാണ്, 3 പ്രൈമാണ്, 5 പ്രൈമാണ്, 7 പ്രൈമാണ്. ഇത്രയാണ് ആകെ എന്ത് പറഞ്ഞേക്കുന്നത്? പ്രൈം നമ്പേഴ്സ് പറഞ്ഞേക്കുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്പരും 1ഉം മാത്രമായിരിക്കണം അതിന്റെ ഫാക്ടേഴ്സ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, ബാക്കി ഇനി എന്താ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് നോക്കാം നമുക്ക്. പി ലിവ്സ് ജസ്റ്റ് എബവ് ദ ഫ്ലോർ ഓഫ് ഒ. എന്താ പറഞ്ഞേക്കുന്നത്? പി എന്ന് പറയുന്നത് പി ലിവ്സ് ജസ്റ്റ് എബവ് ദ ഫ്ലോർ ഓഫ് ഒ. ഞാൻ കണ്ടീഷൻ എഴുതിയത് കണ്ടോ? ജസ്റ്റ് എബവ്. ജസ്റ്റ് എബവ് എന്ന് കാണിക്കാനാണ് ഞാൻ സൈഡിൽ ആരോ ഇട്ടേക്കുന്നത്. എങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ കണ്ടീഷൻസ് നോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രീതിയാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്ന രീതി ഒന്നും ആരും നോക്കാൻ പോകുന്നില്ല. ഫൈനൽ ആൻസർ മാത്രമായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ഇനിയോ ബാക്കി എന്താ?
L lives at a prime numbered floor. ലാസ്റ്റ് കണ്ടീഷൻ ആണ്. L എവിടെ തന്നെയാണ്? പ്രൈം നമ്പർ ഫ്ലോറിൽ തന്നെയാണ്. എന്താ പറഞ്ഞേക്കുന്നത്? L എവിടെയാണ്? പ്രൈം നമ്പർ ഫ്ലോറിൽ തന്നെ. അപ്പൊ L N എന്തായിരിക്കണം? പ്രൈം നമ്പർ ഫ്ലോറിലായിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ നമ്മൾ പോസിബിലിറ്റി അല്ല ഇപ്പൊ എടുത്തത്. കണ്ടീഷൻസ് വേഗം എഴുതി. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ടൈം. നമ്മൾ സ്വയം ചെയ്യുമ്പോൾ അത്രയും വരില്ല. 1 മിനിറ്റ് 1.5 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ കണ്ടീഷൻസ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കണ്ടീഷൻസിനെ മെർജ് ചെയ്യണം. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിക്കണം. നമ്മൾ ഏത് പസിൽസും സ്റ്റാർട്ടിംഗ് കണ്ടീഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മൾ ഏത് കണ്ടീഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യും? നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് മെർജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഏത് കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണാൻ പറ്റും. അതായത് ജെയും എന്നും ഇത് തന്നെ ടോട്ടല് എത്ര പേഴ്സൺസ് ആയി? ഇവിടെ നോക്കിക്കേ, ജെ 1 2 3 ടോട്ടൽ എത്ര പേഴ്സൺസ് ആയി? 4. ആ ജെ കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ആരെ കിട്ടും? കെ കിട്ടും. അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എൻ എവിടെ ആയിരിക്കണം? പ്രൈം നമ്പർ ഫ്ലോറിലായിരിക്കണം. അപ്പൊ നമ്മൾ അതെടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതാണ് ഇവിടുത്തെ കീ കണ്ടീഷൻ എന്ന് പറയുന്നത്. മിക്ക ക്വസ്റ്റ്യൻസിലും ഉണ്ടായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ, വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന കണ്ടീഷൻ. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? എന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പ്രൈമാണ് 3 പ്രൈമാണ്. ഇവിടെ 5ഉം പ്രൈമാണ്. പക്ഷെ 5ൽ നമുക്ക് n എടുത്താൽ 1 2 ഗ്യാപ്പിൽ പിന്നെ ജെ കൊടുക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇവിടെ എത്ര പോസിബിലിറ്റിയേ ഉള്ളൂ? 2 പോസിബിലിറ്റി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം എന്ത് ചെയ്യാം? 2 പോസിബിലിറ്റി പോകാം. ഈ എഴുതിയ കണ്ടീഷൻ ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അതെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പോസിബിലിറ്റിയിൽ n 2ലും കൊടുക്കാം, ഒരു പോസിബിലിറ്റിയിൽ എന്ത് ചെയ്യാം? n 3ലും കൊടുക്കാം. ഓക്കെ, n ആദ്യത്തെ പോസിബിലിറ്റിയിൽ 1 2 ഗ്യാപ്പിൽ ജെ ഇവിടെ. ജെ കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ആരെ കിട്ടും? കെ കിട്ടും. കാരണം ജെയും കെയും എന്താണ്? പെയേഴ്സ് ആണ്. ഇവിടെ നോക്കിക്കേ, ജെയ്ക്ക് മുകളിൽ 2 ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കെയ്ക്ക് താഴെയും എന്ത് ചെയ്യണം? 2 വരണം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോസിബിലിറ്റിയിലോ n 1 2 ഗ്യാപ്പിൽ ജെ ഇവിടെ. ജെയ്ക്ക് മുകളിൽ എന്താണ്? ഒരൊറ്റ ഫ്ലോർ ആണ് ജെയ്ക്ക് മുകളിൽ. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും കെയ്ക്ക് താഴെയും എന്തായിരിക്കണം? ഒരേ ഒരു ഫ്ലോർ ആയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കിക്കേ, ഇത്രയും കണ്ടീഷൻസ് കഴിഞ്ഞു. ഇത് ഇത്രയും കണ്ടീഷൻ അങ്ങ് കഴിഞ്ഞു ആണ്. ഇനി ബാക്കിയുള്ളത് നോക്കിക്കേ, വേണ്ട ഇവിടെ ശ്രദ്ധിക്കുക. പിയും ഒയും എന്തായിരിക്കണം? അടുപ്പിച്ചായിരിക്കണം. അപ്പൊ 2 പൊസിഷൻസ് വേക്കന്റ് ആയിട്ട് അടുപ്പിച്ച് എവിടെ ഉണ്ടെന്ന് നോക്കണം. ഇവിടുത്തെ കേസിൽ പിയും ഒയ്ക്കും ഇത് മാത്രമേ സ്ഥലമുള്ളൂ. ഇവിടെയും പിയും ഒയും കൊടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ പിയും ഒയും കൊടുക്കാൻ ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ. സോ ഇവിടെ പിയും ഒയും കൊടുത്തു, ഇവിടെയും എന്ത് ചെയ്തു? പിയും ഒയും കൊടുത്തു. ഇനി ലാസ്റ്റ് ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. എൽ ഉണ്ട്. 2 വേരിയബിൾസ് കൂടെ നമുക്ക് കൊടുക്കാനുള്ളൂ. അതിൽ എൽ എവിടെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രൈം നമ്പറിലായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിക്കേ, 4ഉം പ്രൈം അല്ല 1ഉം പ്രൈം അല്ല. എനിക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് പോസിബിലിറ്റി എന്താണെന്ന് പറയാം? തെറ്റാണ് എന്ന് പറയാം. ഇത്രയുള്ള കാര്യം. 1 മിനിറ്റ് ക്വസ്റ്റ്യൻ ആണിത്. വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ വേണ്ട ഇവിടെയും മാത്രമാണ് ഒരു പൊസിഷൻ വേക്കൻറ്റ്. അതിൽ പ്രൈം എന്ന് പറയുന്നത് എൽ മാത്രമാണ് പ്രൈം. സോ എന്ത് ചെയ്യാം? എല്ലിനെ അവിടെ കൊടുക്കുക. മിച്ചം വന്നത് ആരാ? മിച്ചം വന്നത് ജെ കെ എൽ എം ആണ് മിച്ചം വന്നത്. സോ എം എവിടെ കൊടുത്തു? ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിയുന്നിടത്ത് നമ്മുടെ 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമുക്ക് കിട്ടും. മെജോറിറ്റി ആസ്പിറൻസിന്റെ ഒരു സംശയമാണ്, പസിൽസ് എങ്ങനെയാ ഈസി ആക്കാം? ഇപ്പൊ നിങ്ങൾ ഈ കണ്ടീഷൻസ് ഒക്കെ കണ്ടില്ലേ? ഈ കണ്ടീഷൻസ് കണ്ടില്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ തന്നെ നമ്മൾ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? ദേ, ജെയുടെയും പേയുടെയും പെയേഴ്സിന്റെ കാര്യം മനസ്സിലായി. ജെ ലിവ്സ് 3 ഫ്ലോർസ് എബവ് എൻ. 3 ഫ്ലോർസ് എബവ് എൻ എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ 2 പേരേ ഉള്ളൂ എന്ന കോൺസെപ്റ്റ് മനസ്സിലായി. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ ഇതിൽ ചോദിക്കുന്ന കണ്ടീഷൻസ് എല്ലാം നമ്മളുടെ ബ്രെയിൻ അങ്ങ് എന്തായിരിക്കും? പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ ഡെയിലി അതുപോലെ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ബാങ്കിങ് എക്സാം ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്ര വേഗം നമുക്ക് പസിൽസിന് ആൻസർ കിട്ടും. പ്രിലിംസിന്റെ പസിൽസ് ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് 1 വേരിയബിൾ പസിലാണ്. എപ്പോഴും 1 വേരിയബിൾ പസിൽ മാത്രമായിരിക്കത്തില്ല. ഇത് ക്ലറിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസാ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ RBI അസിസ്റ്റന്റ്, RRB ക്ലർക്ക്, IBPS ക്ലർക്ക്. ക്ലർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ,
PO ആയിരിക്കുമ്പോഴത്തേക്കിനോ ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഇപ്പൊ മേ ബി ഈ ഫ്ലോർസിലാണ്, ഈ ഫ്ലോറിലൊക്കെ ഉള്ളവർ ഇന്ന സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഫ്ലോറിലുള്ളവർക്ക് ഇന്ന കളേഴ്സ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രാ ഒരു കാര്യങ്ങളൂടെ തരും. അപ്പൊ 2 വേരിയബിൾ പസിൽ ആകുമ്പോൾ ഇതിലെ കണ്ടീഷൻസ് എന്തായിരിക്കും? മിക്സ് ചെയ്തിട്ടായിരിക്കും തരിക. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ ചെയ്യും, 2 വേരിയബിൾ പസിലൊക്കെ ചെയ്യും. പസിൽസ് എളുപ്പമാകാൻ എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഇതേപോലെ ആദ്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾ ഈ ബേസിക് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കുക. ഡെയിലി ദിവസവും മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും മിക്സ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇത് മാത്രമാണ് പസിൽസ് എളുപ്പമാക്കാനുള്ള വഴി. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്തു വെക്കുന്നത് മാത്രമാണോ? നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്? ഹൗ മെനി പേഴ്സൺസ് ആർ ബിറ്റ്വീൻ K and N? Kയ്ക്കും Nനും ഇടയിൽ എത്ര പേഴ്സൺസ് ഉണ്ട്? അതാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം നമുക്ക്. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചേക്കാം. Kയ്ക്കും Nനും ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. Kയും Nനും എന്താണ് ആക്ച്വലി? എന്താ? നെയ്ബേഴ്സാ. Kയ്ക്കും Nനും ഇടയിൽ ആരുമില്ല. സോ ഓപ്ഷൻ A ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതാണ്. നമുക്ക് എക്സാമിന് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എല്ലാ ടൈപ്പ് പസിൽസും എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും. മീൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക് ആയിരിക്കും പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും. നമ്മൾ ഇതേപോലത്തെ എല്ലാ ടൈപ്പും നമ്മൾ ഇതേപോലെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.